ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. രാത്രി ടീച്ചർ അമ്മയും കനിയും കൂടി അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ കേശു തൻ്റെ അമ്മയുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മുളകുശ്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചു നോക്കിക്കൊണ്ട് നന്നായിട്ടുണ്ടെന്ന് ടീച്ചർ അമ്മയും കനിയും ഒരേ രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട്. അല്ലെങ്കിലും കുരുമുളകിട്ട കറികൾക്കെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ, നീ നിന്റെ കഴിവുകളെല്ലാം എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു? ഇതുപോലെ ഇനിയും അമ്മ വിഭവങ്ങൾ ഇവിടെ വിളമ്പണമെന്ന് കനിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചറമ്മ അവനെ കൂടി തങ്ങളുടെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട്. കേശു ഏതുവരെ പഠിച്ചെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ താൻ ഡിഗ്രിക്ക് പോയിരുന്നെന്നും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നും കേശു പറയുന്നുണ്ട്. അത് പൂർത്തിയാക്കണ്ടെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ, ഇനി അതൊന്നും നടക്കില്ല ടീച്ചറെ, എനിക്ക് പ്രിയയുടെ പഠിത്തത്തിന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്ന് കേശു പറയുമ്പോൾ, അതിനിടയ്ക്ക് കേശുവിൻ്റെയും പഠിത്തം നടത്തിക്കൂടെ എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. ചെറിയൊരു ജോലിക്കൊപ്പം പഠനവും മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അബ്ദുൾ കലാമൊക്കെ ചെറുപ്പത്തിലെ പഠനത്തിനൊപ്പം പത്രവിതരണവും നടത്തിയിരുന്നതാ. അംബേദ്കർ, നാരായണമൂർത്തി എന്നിങ്ങനെ പറഞ്ഞാൽ തീരാത്ത കുറെ ഉദാഹരണങ്ങളുണ്ട്. മനസ്സുണ്ടായ മതി, ബാക്കിയെല്ലാം നടക്കുമെന്ന് ടീച്ചറമ്മ അവനെ ഉപദേശിക്കുമ്പോൾ, അവർക്കേ മനസ്സ് മാത്രമല്ല നല്ല ബുദ്ധിയും കഴിവുമുണ്ടെന്ന് കേശു പറയുന്നുണ്ട്. കേശുവിന് കഴിവില്ലെന്ന് ആരാ പറഞ്ഞെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ, താൻ കൊമേഴ്സ് ആയിരുന്നെന്നും തനിക്കതങ്ങോട്ട് തലയിലേക്ക് കയറുന്നില്ലെന്നും കേശു പറയുക. തലയിൽ കയറാനുള്ള വാതിലും ജനലും എല്ലാം അങ്ങ് തുറന്നിട്ടാ മതി, താനെ അങ്ങ് കയറിക്കൊള്ളും എന്ന് ടീച്ചറമ്മ അവനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ബിൻ ലാദനെ അമേരിക്ക പിടിച്ച പോലെ ഒരു പ്ലാനുമായിട്ടല്ലേ നീ ഇവിടെ വന്ന് കയറിയത് എന്ന് കനി ചോദിക്കുമ്പോൾ, എന്നിട്ടെന്താ കാര്യം, നിങ്ങളെല്ലാരും കൂടി എന്നെ പിടിച്ചു വെച്ചില്ലെന്ന് കേശുവും. അത് നിന്നേക്കാളും കുറച്ച് കഴിവ് എനിക്ക് കൂടുതലായതുകൊണ്ടല്ലേ. പരീക്ഷയ്ക്ക് ആ പ്രോബ്ലം ഒന്നുമില്ല, നീ നന്നായി സ്കോർ ചെയ്താൽ മതി, മറ്റുള്ളവരുടെ സ്കോറൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായല്ലോ എന്ന് കനി പറയുമ്പോൾ, കേശുവിന്റെ അമ്മ എന്റെ ആദ്യ ബാച്ചിലെ ഒരു മിടുക്കിയായിരുന്നു, ആ ബുദ്ധി കുറച്ചെങ്കിലും ഇവന് കിട്ടാതിരിക്കുമെന്ന് ടീച്ചറമ്മ ചോദിക്കണ കേട്ട്, അമ്മയുടെ ബുദ്ധി കിട്ടിയിരിക്കുന്നത് പ്രിയയ്ക്കാണെന്നും അവൾ നല്ല മിടുക്കിയാണെന്നും എനിക്ക് അച്ഛന്റെ ബുദ്ധിയാ ഒരു കാര്യവുമില്ലെന്നും കേശു പറയുന്നുണ്ട്. എനിക്ക് നിന്റെ പ്രിയയെ ഒന്ന് കാണണമെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ, അതിനൊരു വഴിയുണ്ടെന്നും പറഞ്ഞ് കേശു തൻ്റെ മൊബൈലെടുത്ത് പ്രിയയുടെ ഫോട്ടോ ടീച്ചറമ്മയെ കാണിക്കുക. ടീച്ചറമ്മ അത് നോക്കിക്കൊണ്ട്, ആഹാ, പണ്ട് ശ്രീജയും ഇതുപോലെ തന്നെയായിരുന്നു, ഇത്ര നിറമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ അവന് തിരിച്ചു കൊടുത്തോണ്ട് കേശുവിനോട് എന്തായാലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നും ഇപ്പോൾ എന്ത് ജോലിക്കും മിനിമം ഡിഗ്രി എങ്കിലും വേണ്ടേയെന്നും അവനോട് ചോദിക്കുന്നുണ്ട്. അത് വേണമെന്ന് കേശു കൂടി സമ്മതിക്കുമ്പോൾ, ഇനി വേറെ തർക്കമൊന്നുമില്ല, കേശു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, അതിൻ്റെ പ്രൊസീജിയർ എന്തെല്ലാമാണെന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു കൊടുക്കണമെന്ന് കനിയോടായി പറയുന്നുണ്ട് ടീച്ചറമ്മ. അല്ലെങ്കിലും ഇവൻ ഇങ്ങനെ പഠിക്കാതെ സുഖിച്ച് നടക്കുന്നത് എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. പിന്നെ കോളേജിൽ പോവുകയാണെങ്കിൽ തന്നെ ബുക്സ് ഇട്ടുകൊണ്ടുപോകാൻ വേറെ ബാഗൊന്നും നോക്കണ്ടല്ലോ, അവന് ഓൾറെഡി ഉണ്ടല്ലോ ഒരു ടൂൾ ബാഗ് എന്നൊക്കെ അവനിട്ട് താങ്ങിക്കൊണ്ട് കനി പറയുന്നുണ്ട്. ഫുഡെല്ലാം കഴിഞ്ഞ് കേശവും കനിയും കൂടി അവിടെ അടുക്കള ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറമ്മ അവിടെ വാതിലിന്റെ മറവിൽ നിന്ന് അവർ സംസാരിക്കുന്നതും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കേശു കനിയോടായി പറയുന്നുണ്ട്, ബോസേ, ചില മനുഷ്യര് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു പിടുത്തവും കിട്ടാതെ ഇരുട്ടിലായ പോലെ തോന്നും, പിന്നെ അതിന്ന് കര കയറാനും കുറച്ച് പാടാണെന്ന് കേശു പറയുമ്പോൾ, നിന്റെ അമ്മയുടെ കാര്യമല്ലേ നീ ഉദ്ദേശിച്ചെന്ന് കനി ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ പിടികിട്ടിയെന്ന് കേശു ചോദിക്കുമ്പോൾ, അതൊക്കെ പറ്റും, അത്യാവശ്യം മെന്റലിസമൊക്കെ എനിക്കറിയാം, അമ്മയ്ക്ക് പകരമൊന്നും ആവില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ഇടിച്ചു കയറി വന്ന് ആ ഇരുട്ടിൽ ടോർച്ച് അടിക്കുമെടാ. ജീവിതം അടിപൊളിയാണെന്ന് നനച്ച അടിപൊളി, ഇരുട്ടാണെന്ന് നനച്ച ഇരുട്ട്, നിനക്കും പടിയാടാ ജീവിതം, നീയേ ഇനി അങ്ങനെയൊന്ന് ജീവിതത്തെ കാണാൻ നോക്ക് എന്ന് കനി പറയുമ്പോൾ, പറയാൻ എളുപ്പമാണ് ബോസേ, അങ്ങനെയൊന്നുമല്ല ജീവിതമെന്ന് കേശു ടെൻഷനോടെ പറയുന്നുണ്ട്. ഇതാണ് പ്രശ്നം, രണ്ടും രണ്ട് മനസ്സോടെ കാണരുത്, വിശ്വസിച്ച് അങ്ങോട്ട് നനയ്ക്കണമെന്ന് കനി പറയുമ്പോൾ, അത് ടാസ്ക് ആണ് ബോസേ എന്ന് കേശു വീണ്ടും പറയുമ്പോൾ, എടാ സിമ്പിളാടാ, പിന്നെ നീ നേരത്തെ പറഞ്ഞ വിട്ടുപോയിട്ടും നമ്മളെ ഓർക്കുന്ന ആൾക്കാരില്ലേ, അവരടിപൊളിയാ, ഇതുപോലെ വേറൊരു കൂട്ടരുണ്ട്, ജീവിച്ചിരിക്കെ നമ്മുടെ മനസ്സിൽ മരിച്ചു പോകുന്ന ചിലര് എന്നൊക്കെ കനി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇതെല്ലാം കേട്ടോണ്ടു നിന്ന ടീച്ചറമ്മ ചിരിച്ചോണ്ട് അവളുടെ അടുത്തേക്ക് വന്ന്, അടിമയ്ക്കുള്ള ശിക്ഷയാണോ കനി ഈ ഫിലോസഫി എന്ന് ചോദിക്കുക. നമ്മുടെ ഫിലോസഫി കേൾക്കാൻ വേറെ ആരും നിന്നു തരത്തില്ലല്ലോ എന്ന് കനി പറയുമ്പോൾ, അറിയാത്തവരെ ഒരു തവണ നിന്നു തരും, കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ഇനിയിപ്പോ കേശുവിനെ അടുക്കളയിൽ സഹായിക്കാമെന്ന് പറഞ്ഞാലും കേശു കേൾക്കത്തില്ല, അവൻ ഈ ഫിലോസഫി കേൾക്കേണ്ട എന്താവശ്യം എൻ്റെ കനിക്കുട്ടിയെ എന്നൊക്കെ പറഞ്ഞ് ചെറിയ മകളെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത് പറ്റത്തില്ല,
എൻ്റെ കോൺഫിഡൻസ് കളയല്ലേ ചെറിയമ്മേ എന്ന് പിണക്കത്തോടെ കനി പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നഷ്ടമാവുന്ന കേശുവിൻ്റെ കോൺഫിഡൻസിന് വേണ്ടിയാ ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേശുവിൻ്റെ അടുത്തേക്കായി ചെന്ന് കേശു, കനി മെന്റലിസ്റ്റും ടോയ്ലറ്റ് ഫിലോസഫറും ഒക്കെയാണ്. ടോയ്ലറ്റ് ഫിലോസഫർക്ക് കോൺഫിഡൻസ് വന്നപ്പോൾ ആ ഫിലോസഫി എടുത്ത് കിച്ചണിലോട്ട് അങ്ങോട്ട് കീച്ചി എന്നൊക്കെ അവളെ കളിയാക്കിക്കൊണ്ട് വീണ്ടും പറയുമ്പോൾ, ചെറിയമ്മ നമുക്കിട്ടിപ്പോ മരണ ഗോളാണ് കേട്ടോ എന്ന് കനി പറയുമ്പോൾ, അങ്ങനെയാവാതെ തരമില്ലല്ലോ കനിക്കുട്ടിയെന്ന് ചെറിയമ്മ വീണ്ടും പറയുമ്പോൾ അവൾ പിണക്കത്തോടെ നിൽക്കണ കണ്ട് കോൺഫിഡൻസ് പോയോ എന്ന് ചെറിയമ്മ ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് ദേഷ്യത്തോടെ അവളും പറയുന്നുണ്ട്. പിന്നീട് ചെറിയമ്മ എന്തോ ആലോചിച്ചോണ്ട് തളത്തിലെ കൈവരിലിരിക്കുമ്പോൾ റിങ് ചെയ്യുന്ന മൊബൈൽ ചെറിയമ്മയ്ക്കായി കൊടുത്തോണ്ട് മേരിക്കുട്ടി ടീച്ചറാന്ന് കനി പറയുന്നുണ്ട്. മേരി ഭക്ഷണമൊക്കെ കഴിച്ചോടിയെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ കഴിച്ചു. ഇന്ന് ഞാൻ ലീവായിരുന്നു എന്ന് അവൻ അറിഞ്ഞു ജോൺ. അതെങ്ങനെയെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഇന്ന് ജംഗ്ഷനിൽ വെച്ച് സോമൻ സാറിനെ കണ്ടുവന്ന്. എവിടെയോ അത്യാവശ്യമായി പോണമെന്ന് പറഞ്ഞ് ടീച്ചർ ലീവ് വിളിച്ച് പറഞ്ഞല്ലോ. എന്തു പറ്റിയെന്നാ സാറ് ജോണിനോട് ചോദിച്ചിരുന്നെ. എന്നിട്ട് ജോൺ എന്തു പറഞ്ഞടിയെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ജോൺ അന്നേരമല്ലേ അറിയുന്നത്. സാറിനോട് എന്തോ പറഞ്ഞ് തലയൂരിന്ന് അവൻ പറഞ്ഞു. അവനോട് ഞാൻ എന്താ പറയാഞ്ഞ് എവിടെ പോയെ എന്നൊക്കെ ചോദിച്ച് വലിയ ദേഷ്യം കാണിച്ചു എന്നോട്. അയ്യോ നീ എന്നിട്ട് എന്ത് പറഞ്ഞടിയെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ പഴയ കുറെ അരിയസ് ഉണ്ടായിരുന്നു, ട്രഷറി പോയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴവൻ ചോദിക്കുക ട്രഷറി കാര്യമാണെങ്കിൽ സോമൻ സാറിന് അറിയത്തില്ലെന്ന്. ഞാൻ ആകെ വിയർത്ത് ചുളുങ്ങിപ്പോയി. എന്ത് ചെയ്യുമെടിയെന്ന് മേരി ചോദിക്കുമ്പോൾ, മേരി കള്ളമ്മ പറഞ്ഞതെന്ന് അവന് പിടികിട്ടിയോന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ, സരസു നിനക്കറിയാലോ ഞാൻ ഇതുവരെയും അവൻ്റെ അടുത്തുനിന്ന് ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ കള്ളം പറഞ്ഞ അവനത് പെട്ടെന്ന് പിടികിട്ടും. ഇത് കേട്ട് ഇനിയും ഈ കാര്യം ജോണിന്റെ അടുത്തുനിന്ന് ഒളിക്കണമെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. എനിക്ക് 100% ഉറപ്പാ ജോൺ അറിഞ്ഞാൽ പിന്നെ അവൻ മിണ്ടാതിരിക്കില്ല. സരസ്വതി ടീച്ചറെ അന്യായമായി വീട്ടുകാരെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് അവൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. എനിക്ക് അക്കാര്യത്തിൽ നല്ല ബോധ്യമുണ്ടടിയെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ, നമ്മൾ ഇനി എന്തു ചെയ്യുമടിയെന്ന് പേടിയോടെ ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. ആരോടും പറയരുതെന്ന് ജോണിനോട് പറഞ്ഞു വെച്ചേക്കാമെന്ന് കരുതുകയേ വേണ്ട. അവനിത് ഇഷ്യൂ ആക്കും. അറിയിക്കേണ്ടവരെ എല്ലാം അവൻ അറിയിക്കും. സത്യം പറഞ്ഞ അത് തന്നെയല്ലേ വേണ്ടതെന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ, മേരി നീ എന്തുവാടി പറയുന്നേ? ഞാനും എൻ്റെ പിള്ളേരും ജയിലിലാവില്ലേ? ഓ ഇപ്പൊ നീ സുഖവാസത്തിലാണല്ലോ. സുഖവാസം എടി നീ മാത്രം കിടന്ന് സഹിക്കുന്നു. വേറെ ആരുടെയും ജീവിതത്തിൽ ഇത് ബാധിച്ചിട്ടില്ല. നീ ഇങ്ങനെ നിർബന്ധ ബുദ്ധി പിടിക്കുന്നുണ്ടാ? അല്ലെങ്കിൽ അറിയിക്കേണ്ടവരെല്ലാം ഞാൻ അറിയിച്ചേനെ എന്ന് മേരി ദേഷ്യത്തോടെ പറയുമ്പോൾ, ഇപ്പൊ തൽക്കാലം എനിക്കൊരു വ്യക്തതയും കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും. നീ ഒന്ന് ക്ഷമിക്കടി എന്ന് സരസ് പറയുമ്പോൾ, എന്നാലേ വഴി തെളിയുന്നവരെ നീ അവിടെ തന്നെ കിടക്ക്. അല്ലാതെ ഞാൻ എന്തോ പറയാനാന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. എന്റെ ഗതികേട് കൊണ്ടല്ലേ മേരി, നീ അതൊന്ന് മനസ്സിലാക്ക് എന്ന് സരസു വിഷമത്തോടെ പറയുമ്പോൾ, നിന്നെ ആദ്യം നീയാ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇനി ഉള്ള കാലം മുഴുവൻ നീ അവിടെ തന്നെ കിടക്കും. ഞാൻ വിഷമം കൊണ്ട് പറഞ്ഞതാ, നീ ഒന്ന് മനസ്സിലാക്ക് എന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് മേരിക്കുട്ടി ടീച്ചർ കോൾ വെക്കുന്നുണ്ട്. ഇത് കേട്ട് ടെൻഷനോടെയും സങ്കടത്തോടെയും ടീച്ചറമ്മ കനിയുടെ മുഖത്തേക്കും മാല ഇട്ട് വെച്ചിരിക്കുന്ന തന്റെ ഫോട്ടോയിലേക്കും നോക്കുന്നുണ്ട്. പിന്നീട് രാധയുടെ റൂമിൽ കിടക്കാനായി നിലത്ത് പായ വിരിച്ചോണ്ട് തലയിണ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കേശുവിന്റെ അടുത്തേക്ക് കനി ചെന്ന്, നിനക്കു നിന്റെ അമ്മയെ അത്രയ്ക്കും ഇഷ്ടമാണോടാന്ന് ചോദിക്കുക. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ ബോസേ എന്ന് കേശു ചോദിക്കുമ്പോൾ, അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ലടാ. ഇപ്പൊ ടീച്ചർ പറഞ്ഞില്ലേ സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിനിയായിരുന്നു എൻ്റെ അമ്മയെന്ന്. എനിക്കത് നേരത്തെ അറിയില്ലായിരുന്നു. അമ്മ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതെന്ന്. എനിക്കിപ്പോ കുറച്ചുകൂടി എൻ്റെ അമ്മയെ മനസ്സിലാവുന്നുണ്ട്. അമ്മ ചെയ്യാത്ത പണികളൊന്നുമില്ല. അച്ഛനൊരു സാധാരണ കൂലിപ്പണിക്കാരനായിരുന്നു. അച്ഛനെ കെട്ടിയ ശേഷം അമ്മയുടെ ജീവിതം തുലഞ്ഞു പോയത്. ഇപ്പോ ആരുമില്ലാത്തൊരു വീടും. എത്ര ആലോചിച്ചാലും ബോസിനൊന്നും അത് കിട്ടില്ല. ആരെയും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാ എന്നും പറഞ്ഞോണ്ടേ കേശു ടെൻഷനോടെ നിൽക്കുമ്പോൾ, ഡാ എല്ലാം ശരിയാവുമെന്നേ, നമുക്കേ ലൈഫ് അടിച്ചു പൊളിക്കണം. നീ ധൈര്യമായിട്ടിരിക്കേ, പക്ഷേ ആദ്യം നീ ഡിഗ്രി ഫിനിഷ് ചെയ്യണം എന്ന് കനി അവനെ ഉപദേശിക്കുമ്പോൾ, വേറെ എന്തു പണി വേണേലും ചെയ്യാൻ ബോസേ, പഠിത്തം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്കാ എന്ന് കേശു ടെൻഷനോടെ പറയുമ്പോൾ, അതൊക്കെ നമുക്ക് ട്രാക്കിലാക്കാമെന്നേ. എക്സാമിന് ജയിക്കാനുള്ള കുറച്ച് ഈസി ടിപ്സ് ഉണ്ട്. എന്താ അതെന്ന് കേശു ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ പഠിത്തം തുടങ്ങിയിട്ട് പറഞ്ഞു തരാം. ഈ ഡിഗ്രി ജയിക്കുന്നതൊക്കെ പൂ പറിക്കുന്ന പോലെ അത്ര ഈസിയാണെന്ന് പണ്ട് ലാലേട്ടൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് കനി ചോദിക്കുമ്പോൾ, കോലോത്തുനിന്ന് ഉണ്ണിമായ ഒഴിപ്പിക്കുന്ന കാര്യമല്ലേ ലാലേട്ടൻ പറഞ്ഞതെന്ന് കേശു ചോദിക്കുന്നുണ്ട്. ഡിഗ്രിയുടെ കാര്യവും ഇടയ്ക്ക് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ അത് ശ്രദ്ധിക്കാത്തോണ്ടാ. നീ എന്തായാലും വിഷമിക്കാതിരിയടാ, നമുക്കെല്ലാം ശരിയാക്കാം. ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞോണ്ട് ഡോറൊന്നും ലോക്ക് ചെയ്യാതെ കനി പോണ കണ്ട് കേശു അവൻ്റെ പിറകെ ചെന്ന്, അല്ല ബോസേ ഇന്ന് നിലവറയൊന്നും പൂട്ടുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്.
ഇവിടെ നിന്ന് നിനക്കെടുക്കാൻ വേണ്ടി എൻ്റെയും ചെറിയമ്മയുടെയും കിഡ്നി മാത്രമേ ബാക്കിയുള്ളൂ. അത് വേണമെങ്കിൽ നീ എടുത്തോ എന്നും പറഞ്ഞ് അവനൊരു ബൈ പറഞ്ഞ് കനി അവിടെ നിന്ന് പോവുക. ഇത് കേട്ട് കിഡ്നിയോ ഞാനോ, ചേച്ചി ചുമ്മാ പറഞ്ഞതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കേശു അവിടെ കിടക്കുന്നുണ്ട്. പിന്നീട് കട്ടിലിരുന്ന് ഓരോന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയമ്മയുടെ അടുത്തേക്ക് കനി എത്തുന്നുണ്ട്. കേശുവിനെ പഠിക്കാൻ പോകുന്ന കാര്യത്തിൽ ആകെ കൺഫ്യൂഷൻ. എനിക്ക് തോന്നുന്നതേ അവൻ ആകെ പെട്ടിരിക്കണമെന്നാ. ചെറിയമ്മയാണേൽ പറഞ്ഞും പോയി, അവനോട് എതിർത്തൊന്നും പറയാനും വയ്യ. കനി ചെറിയമ്മയോടായി പറയുമ്പോൾ കേശുവിന് പഠനത്തിന്റെ കാര്യത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാ. അത് കുറച്ച് മോട്ടിവേഷനും സമ്മർദ്ദവും ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് നടന്നോളും. അവനെ ഇങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ആരുമില്ലല്ലോ എന്ന് ചെറിയമ്മ പറയുമ്പോൾ അത് ശരിയാണെന്ന് കനിയും സമ്മതിക്കുന്നുണ്ട്. അപ്പോഴാണ് കുഞ്ഞിയുടെ കല്യാണത്തിൻ്റെ അന്ന് മോഹം വന്ന കാര്യം ചെറിയമ്മ കനിയോടായി പറയുന്നത്. ഇത് കേട്ട് ആ പട്ടാളക്കാരനോ ആരാ കണ്ടതെന്ന് കനി ചോദിക്കുക. മേരി മണ്ഡപത്തിലേക്ക് വരുന്ന വഴി കണ്ടെന്ന്, പിന്നീട് ജോണും ശിവരാമേട്ടനും കൂടി ചെന്ന ആളെ ഒതുക്കിയതെന്ന് ആണ്. താലികെട്ട് സമയത്ത് ഇവര് രണ്ടുപേരും ഇല്ലായിരുന്നു. അവരെന്തിരഞ്ഞ് ഞങ്ങൾ എന്തോരം ഓടിയെന്നറിയുമെന്ന് കനി ചോദിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന ശേഷം ഒരു ജീപ്പിന്റെ ശബ്ദം കേട്ടില്ലേ, അത് പുള്ളി തന്നെയടി എന്ന് ചെറിയമ്മ പറയുമ്പോൾ മനസ്സിൽ ഇതെല്ലാം ഇരിക്കുന്നുണ്ട് തോന്നുന്നതാണെന്ന് കനിയും പറയുന്നുണ്ട്. അതൊന്നുമല്ല, ഇതെനിക്ക് ഉറപ്പാ. അയാൾ എന്നെ ഒരു കാലത്തും സ്വസ്ഥമായി ജീവിക്കാൻ വിടില്ല. അയാൾ ഇനിയും വരുമെന്ന് ചെറിയമ്മ പേടിയോടെ പറയണ കേട്ട് ഇനിയും വന്നാലേ പുള്ളി നല്ലത് മേടിച്ചോണ്ടേ പോവത്തുള്ളൂ. അകത്തോട്ടെങ്ങാനും കേറിയ അത് അന്ന് നമ്മൾ കേശുവിനെ അടിച്ചിട്ടില്ലേ, അതുപോലെ ഞാൻ അടിച്ചിടും എന്ന് കനി ഉറച്ചു പറയുമ്പോൾ അതൊക്കെ തോന്നുന്നതാ. അയാളൊരു ഒരുമ്പെട്ട മനുഷ്യനാ, എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് ചെറിയമ്മ പറയുന്നുണ്ട്. എനിക്ക് എന്തും ചെയ്യാൻ ഒരു മടിയുമില്ല. അങ്ങനങ്ങ് ഒരാൾ വന്ന് മേഞ്ഞിട്ട് പോവാന്ന് വെച്ചാലോ, ഞാൻ പിന്നെന്തിനാ ഈ മാർഷൽ ആർട്സും പഠിച്ചു വെച്ചേക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് തന്റെ പരിശീലന മുറകളെല്ലാം എടുത്ത് കാണിക്കുന്നുണ്ടവൾ. അപ്പോഴാണ് കൂർക്കമ്പലി പോലുള്ള എന്തോ ഒരു ശബ്ദം കേട്ട് എന്താടി ഈ ശബ്ദമെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നത്. അത് കേട്ട് പുള്ളി അലറുന്നതാണോ? നടുമുറിക്കകത്തൊന്നാണല്ലോ കേൾക്കുന്നേ. ഞാൻ പറഞ്ഞത് അയാൾ കേട്ടു കാണുമോ? കനി പേടിയോടെ പറയണ കേട്ട് ടീച്ചറമ്മ ചിരിച്ചോണ്ട്, ഓ നീ നിന്റെ അടവുകളൊക്കെ ഒന്നങ്ങ് എടുത്തേന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. അത് ഞാൻ പെട്ടെന്ന് എടുക്കാൻ മറന്നുപോയി. ചെറിയമ്മ ഒന്ന് നോക്കിയിട്ട് വാ. കനി വീണ്ടും പേടിയോടെ പറയുമ്പോൾ അല്ല അടിച്ചിടണ്ടേ, വരുന്നില്ലേ എന്ന് ചെറിയമ്മ ചോദിക്കുമ്പോൾ വരാം, ചെറിയമ്മ ആദ്യം പോയി നോക്കിയിട്ട് വാ എന്ന് കനി പറയണ കേട്ട് ഒരു ധൈര്യശാലി എഴുന്നേറ്റ് വാടി എന്നും പറഞ്ഞോണ്ട് ടീച്ചറമ്മ കനിയെ വിളിച്ചോണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നുണ്ട്. ടീച്ചറമ്മ വന്ന് രാധയുടെ റൂമിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോൾ നിലത്ത് കിടന്ന് കൂർക്കം വലിച്ചോണ്ടുറങ്ങുന്ന കേശുവിനെയാണ് കാണുന്നത്. ആ സൗണ്ട് കേട്ട് പേടിച്ചു നിൽക്കണ കനിയെ ടീച്ചറമ്മ അങ്ങോട്ട് വിളിച്ചു വരുത്തി ഇതാണ് ആ അലർച്ച എന്ന് പറഞ്ഞ് അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവന്റെ കൂർക്കം വലിയാണോ കേട്ടത്? മനുഷ്യന്റെ ഉള്ള ജീവനും പോയി എന്നൊക്കെ അവൾ പറയണ കേട്ട് എന്തൊക്കെയായിരുന്നു കുംഫു, ഇടി, വെട്ട്, കുത്ത്, അവസാനം ദേ കിടക്കുന്നു എന്ന് ചെറിയമ്മ പറയുമ്പോഴേക്കും കനി അവനെ വിളിച്ചോണ്ട് ഡാ അടിമേ നേരെ കിടന്നുറങ്ങടാ എന്നവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് അവൻ എങ്ങനെ അറിയാനെന്ന് ചെറിയമ്മ ചോദിക്കുക. ആരോട് പറയാൻ, അവനൊന്നും അറിയുന്നു പോലുമില്ല എന്ന് കനി പറയുമ്പോൾ അവനെ നോക്കിക്കൊണ്ട് ഒരു അത്യാവശ്യമുണ്ടായ ഒരു കാര്യവുമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. വെട്ടിവിറച്ച് കിടക്കുമെന്നറിയാം എന്നും പറഞ്ഞ് ചെറിയമ്മ താടിക്ക് കൈ കൊടുത്ത് നോക്കി നിൽക്കണ കണ്ട്, ദേ വീണയുടെ അടുത്തൊന്നും പറയല്ലേ കേട്ടോ, അവള് കളിയാക്കി കൊല്ലും മനുഷ്യനെ എന്ന് കനി പറയുമ്പോൾ അപ്പോൾ ധൈര്യം എനിക്ക് തന്നെയാ. മരണം കണ്ട് മടങ്ങിയവർക്ക് പിന്നെ എന്ത് പേടിക്കാനടി എന്ന് ചെറിയമ്മ പറയണ കേട്ട് ചെറിയമ്മയെ വിളിച്ചോണ്ട് കനി അവിടെ നിന്ന് പോകുന്നുണ്ടേ. രാവിലെ ആവുമ്പോൾ കൃഷ്ണചന്ദ്രൻ സാർ അവിടെ തന്റെ അടുക്കളയിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു ഗ്ലാസ്സിൽ ചായയും ഒഴിച്ച് ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് സരസ്വതി ടീച്ചറുടെ കോൾ വരുന്നത്. ഗുഡ് മോർണിംഗ് സരസ്വതി. ഇന്നും ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുള്ള വിളിയാണോ എന്ന് സാറ് ചോദിക്കുമ്പോൾ അല്ല സാർ, ഇന്നലെ ഞാൻ വല്ലാതെ ഇമോഷണലായിപ്പോയി. സരസ്വതി പറയണ കേട്ട് ഇടയ്ക്കൊന്ന് പെയ്തു തോരുന്നത് നല്ലതാ എന്ന് സാറും പറയുന്നുണ്ട്. ഇത് കേട്ട് സംസാരിച്ച് പൂർത്തിയാക്കാൻ പറ്റാതെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തതായ ഒരു ഫീൽ. അതാ ഞാൻ സാറിനെ ഇപ്പൊ വിളിച്ചത് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലാവില്ലേ സരസ്വതി? ചിലപ്പോൾ ഉള്ള മറുപടികൾ ചിരിയും കരച്ചിലും ഒക്കെയാണ് എന്ന് സാറ് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.